നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDFിന്റെയും കോൺഗ്രസിന്റെയും ഏറ്റവും വലിയ ശത്രു BJPയോ CPMോ ആയിരുന്നില്ല എന്നുള്ളതാണ് കേരളം കണ്ടറിഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്ന് VD സതീശനെതിരെയും UDFിനെതിരെയും UDFിലെ ഏറ്റവും മുതിർന്ന കക്ഷിയായ മുസ്ലിം ലീഗിനെതിരെയുമെല്ലാം രംഗത്ത് വന്നത്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ കടന്നാക്രമിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. VD സതീശൻ നിഷേധിയാണെന്നും താൻ പ്രമാണിക്കാരനാണെന്നും ഒരു കാരണവശാലും കോൺഗ്രസ് പോലുള്ള അല്ലെങ്കിൽ UDF പോലുള്ള ഒരു സംഘടനാ സംവിധാനത്തെ നയിക്കുന്നതിനോ ജയിച്ചു വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകുന്നതിനോ VD സതീശന് യാതൊരു തരത്തിലും യോഗ്യതയില്ല എന്നാണ് അന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. ഇതിനൊന്നും VD സതീശൻ അന്ന് പ്രതികരിക്കുകയുണ്ടായില്ല. അദ്ദേഹം പ്രായമായൊരു മനുഷ്യനാണ്, എൻ്റെ അച്ഛനാകാനുള്ള പ്രായമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അദ്ദേഹം പറയുന്ന അതേ രീതിയിൽ മറുപടി പറയാൻ എനിക്കറിയാം, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു ആളാണ്, മാത്രമല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ്, അതുകൊണ്ട് ആ പ്രസ്ഥാനത്തോടുള്ള എനിക്കുള്ള ബഹുമാനം കൊണ്ടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അതേ വാക്കുകളിൽ മറുപടി പറയുന്നില്ല എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. അന്നും VD സതീശൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് തന്നെ, അതായത് UDF ഏതാണ്ട് 100നും 110നും ഇടയ്ക്കുള്ള സീറ്റ് നേടി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ എത്തും എന്ന്. ഈ വാക്കുകൾക്കും വെള്ളാപ്പള്ളി നടേശൻ പരിഹാസ രൂപേണ തന്നെയാണ് മറുപടി നൽകിയിരുന്നത്. 110 സീറ്റ് എന്ന് ഉള്ളത് VD സതീശൻ പറയുന്നു, പോട്ടെ 100 സീറ്റ് വേണ്ട, എൻ്റെ പേരിൽ ഞാൻ ഒരു സീറ്റ് കൂടി കുറയ്ക്കുന്നു, 99 സീറ്റ് UDFിന് നേടാൻ സാധിക്കുകയാണെങ്കിൽ താൻ വനവാസത്തിന് പോകാം എന്നാണ്, തലമൊട്ടയടിച്ച് വനവാസത്തിന് പോകാം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മറിച്ച് VD സതീശന് UDFിന് 99 സീറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സതീശൻ വനവാസത്തിന് പോകുമോ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത്. വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ VD സതീശൻ ഏറ്റെടുക്കുകയായിരുന്നു. തീർച്ചയായും ഞാൻ ഈ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ UDFിന് അധികാരത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് പാർട്ടി എന്നെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 99 സീറ്റോ 100 സീറ്റോ നേടി അധികാരത്തിൽ വരാൻ സാധിച്ചില്ല, UDFിന് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ആ പണിക്ക് യോഗ്യനല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ UDFിന് വൻ ഭൂരിപക്ഷത്തോടു കൂടി 100ലധികം സീറ്റോടു കൂടി അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ വനവാസത്തിന് പോകും, ഇതെന്റെ വാക്കാണ് എന്നാണ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ VD സതീശന് രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വന്നില്ല. കേരള ജനത VD സതീശന് രാഷ്ട്രീയ വനവാസത്തിന് വിട്ടില്ല. 102 സീറ്റോടു കൂടി UDFിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തി. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ തന്റെ വാക്ക് പാലിക്കുകയോ തലമുട്ടയടിച്ച് വനവാസത്തിന് പോവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും VD സതീശനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു, വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കാനില്ല. ഓരോരോ സമയത്ത് ഓരോരോ ആളുകൾ പ്രസംഗിക്കുമ്പോൾ ആവേശം കയറി ഓരോരോ കാര്യങ്ങൾ പറയും. അത്തരം ആവേശങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയാനോ ഞാൻ ആളല്ല, തീർച്ചയായും അതിന് ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നീട് VD സതീശൻ മുഖ്യമന്ത്രിയാവുന്ന സന്ദർഭത്തിലും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും വലിയ പാരവയ്പ്പുകൾ ഉണ്ടായിരുന്നു. UDFിൽ മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുന്ന സമയത്ത് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയായി വരുന്നതാണ് തനിക്ക് താല്പര്യം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പറഞ്ഞത്. അതായത് VD സതീശൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയായി വരാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനം ആലോചിക്കുമ്പോൾ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് സാമുദായിക സംഘടനകളുടെ പിന്തുണയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് ഒരു ചടങ്ങ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ കേരളത്തിലെ പ്രമുഖ സാമുദായിക സംഘടനയായ NSSനും SNDPക്കും എല്ലാം VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് താല്പര്യമുണ്ടോ എന്നൊരു അന്വേഷണം നടക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ VD സതീശനോട് താല്പര്യമില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുമ്പോൾ അതിന്റെ പേരിൽ VD സതീശന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന മുഖ്യമന്ത്രി പദം നഷ്ടമാകുന്നെങ്കിൽ നഷ്ടമാകട്ടെ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിച്ചത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് തന്നെ ധരിച്ചുകൊണ്ട് തന്നെയാണ് UDFിന് വിജയത്തിൽ എത്തിച്ചത്. അത് ഹൈക്കമാൻഡ് മനസ്സിലാക്കി ഒടുവിൽ പലതരത്തിലുള്ള മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ്, പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കൾ ഒരു കാരണവശാലും സാമുദായിക ആചാര്യന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകാൻ പാടില്ല. ഏതെങ്കിലും വഴിവിട്ട സ്വാധീനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്വാധിക്കുന്നതിന് വേണ്ടിയോ രാഷ്ട്രീയ
സാമുദായിക ആചാര്യന്മാരെ കൂടെ നിർത്തി അതിന്റെ പേരിൽ വിലപേശാനോ തിണ്ണനിറങ്ങാനോ പോകാൻ പാടില്ല രാഷ്ട്രീയ നേതാക്കൾ എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇതും വെള്ളാപ്പള്ളി നടേശനെ വല്ലാണ്ട് ചൊടിപ്പിച്ചു. കാരണം സാമുദായിക ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഓരോരോ സ്ഥാനാർത്ഥികളും ജയിച്ചു വരുന്നത്. SNDPയോ NSSോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ SNDPയുടെ ധാരണകൾക്ക് വിരുദ്ധമായി ഒരു സ്ഥാനാർത്ഥി ജയിക്കാനോ തോൽക്കാനോ പോകുന്നില്ല എന്നൊക്കെയുള്ള ചില ധാരണകളായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. ആ ധാരണകളെല്ലാം വെറുതെയാണ്. വെള്ളാപ്പള്ളി നടേശനുമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് ബദ്ധശത്രുതയിലുണ്ട് എന്ന് പറഞ്ഞ് ധരിപ്പിച്ചിരുന്ന വി.ഡി. സതീശൻ ഈഴവ സമുദായത്തിന് വലിയ മെജോറിറ്റിയുള്ള ഭൂരിപക്ഷമുള്ള മേഖലയിൽ നിന്നാണ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ 5 തവണയായിട്ടും എന്നുള്ളത് പറയുമ്പോൾ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശന് ഈഴവ സമുദായാംഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല. അദ്ദേഹം വിചാരിച്ചാൽ വോട്ടുകൾ മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണത്. എന്നാൽ വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മുഖ്യമന്ത്രി ആയതിനു ശേഷം ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വീതം വയ്ക്കലുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പ് ലത്തീൻ സഭയ്ക്ക് കിട്ടണം, ലത്തീൻ സഭയിലുള്ള ഒരു മന്ത്രിയായിരിക്കണം ഫിഷറീസ് വകുപ്പിന് ചുമതലയേൽക്കേണ്ടത് എന്ന രീതിയിലുള്ള വിവാദങ്ങൾ വന്നപ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അദ്ദേഹം ആദ്യം പോയത് ലത്തീൻ സഭ മേലധ്യക്ഷന്മാരെ കാണാൻ വേണ്ടിയായിരുന്നു. അന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമുദായിക ആചാര്യന്മാരെ കാണാൻ പോകില്ല എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ എന്തുകൊണ്ട് പോയി എന്നുള്ളത്. വി.ഡി. സതീശൻ അപ്പോഴും പറഞ്ഞു, ഞാൻ എല്ലാ സാമുദായിക ആചാര്യന്മാരെയും കാണും. ആളുകളെ കാണും എന്ന് പറഞ്ഞത് തിണ്ണനിറങ്ങിലും തമ്മിൽ വ്യത്യാസമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ അങ്ങനെയാണെങ്കിൽ കാണുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെയും പോയി കാണും. അദ്ദേഹമായിട്ട് സൗഹൃദത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അദ്ദേഹവുമായി യാതൊരു തരത്തിലുള്ള പരാതികളും പരിഭവമില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളെന്ന രീതിയിൽ തീർച്ചയായും ഞാൻ പോകും, അദ്ദേഹത്തെ കാണും. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കും, വഴക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. എന്തായാലും വി.ഡി. സതീശൻ വെള്ളാപ്പള്ളി നടേശന്റെ അടുത്തേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിലും ശിവഗിരി മഠത്തിൽ അദ്ദേഹം ഇന്ന് സന്ദർശനം നടത്തിയിരിക്കുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശനും വി.ഡി. സതീശനും തമ്മിൽ അസ്വാരസ്യങ്ങൾ പുലർന്നതിനിടയിലും തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ശിവഗിരി മഠം വി.ഡി. സതീശന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് SNDPയുടെ ചില നേതാക്കന്മാർക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം, ജയിച്ചു വന്ന SNDPയുമായി ബന്ധപ്പെട്ടുള്ള ചില സ്ഥാനാർത്ഥികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന രീതിയിലൊക്കെ കന്റോൺമെന്റ് ഹൗസിൽ, അന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലാണ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ നിശ്ചയിച്ചതിന് ശേഷം ശിവഗിരി മഠാധിപന്മാരായ സച്ചിദാനന്ദ സ്വാമികൾ അടക്കമുള്ള സ്വാമിമാർ പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ശിവഗിരി മഠത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യ സ്വകാര്യ സന്ദർശനം നടത്തിയിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളും ആ സന്ദർശനത്തിനില്ല. ഗുരുദേവ സന്നിധിയിൽ വന്ന് ശിവഗിരി മഠത്തിൽ വന്ന് അദ്ദേഹം ദർശനം നടത്തിയിരിക്കുന്നു. അവിടെ പുഷ്പാർച്ചന കഴിച്ചിരിക്കുന്നു. സ്വാമിമാരുമായി കൂടിയാലോചിച്ച് അദ്ദേഹം കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. ഇത് വെള്ളാപ്പള്ളി നടേശനുള്ള കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ്. കാരണം വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ രാഷ്ട്രീയമല്ല തൻ്റേത്. താൻ എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ച് കാണുന്നു. SNDPയെയും NSSനെയും എല്ലാം, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ സാമുദായിക സംഘടനകളെയും താൻ ഒരുപോലെ തന്നെ കാണുന്നു. തനിക്ക് SNDPയോടോ അല്ലെങ്കിൽ ശ്രീനാരായണീയ പ്രസ്ഥാനത്തോടോ യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ വിയോജിപ്പോ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് വി.ഡി. സതീശൻ ശിവഗിരി മഠത്തിൽ എത്തുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ മുഖമടച്ചിൽ അടി കൊടുത്തതിന് തുല്യം തന്നെയാണ് എന്ന് രാഷ്ട്രീയ നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നു, രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. എന്തു തന്നെയായാലും ശിവഗിരി മഠത്തിൽ ഇന്ന് വി.ഡി. സതീശൻ സന്ദർശനം നടത്തിയത് വലിയൊരു സന്ദേശം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സാമുദായിക ആചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ വിവാദങ്ങൾ നാളെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കും.